അപ്പോൾ അസ്സലാമലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ ജോലികൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നെ തലേന്ന് രാത്രി തന്നെ ഞാൻ കേക്കിന് വേണ്ടിയിട്ടും കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാരയപ്പത്തിനുള്ള മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് സാധനം വേണമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പണി. പിന്നെ സുബഹി നിസ്കരിച്ച പാടും ചായ വരെ കുടിക്കാൻ നിന്നിട്ടില്ല. വേഗം കാരയപ്പത്തിൻ്റെ പണി തുടങ്ങിയിട്ടാണുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വേറെയും ഐറ്റംസ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഇത് രാവിലെ കൊടുക്കാനുള്ളതായതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇതിൻ്റെ മേലൊക്കീനും. കാരയപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. പണ്ടേ എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കാരയപ്പം. പിന്നെ അങ്ങനെ തന്നെ ഞാൻ കാരയപ്പം ചുടുന്നതിൻ്റെ ഇടയിലേ കൂടിയിട്ട് അനിയത്തിനോട് പറഞ്ഞ് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരാൻ. ഞാൻ പണിക്ക് കീയുമ്പോൾ അവൾ എണീറ്റ് വന്നിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഞാൻ അവൾ വന്നപാടും പറഞ്ഞു ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തന്നേന്ന്. അങ്ങനെ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, കട്ടൻ ചായ. പിന്നെ ഞാൻ അതിൽ നിന്ന് കാരയപ്പം ഒന്ന് എടുത്തിട്ട് തിന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളു കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നല്ല അയരെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ രാത്രിയെ അരച്ച് വെച്ചില്ലേ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാരയപ്പം കൂട്ടി കട്ടൻ ചായയും കുടിച്ചതിന് ശേഷം ഇതാ നമ്മുടെ കാരയപ്പം ഉണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കാരക്കുയിൽ നിന്ന് തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ബാക്കി ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കേക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. പിന്നെ ഇതാ വേഗം കേക്കും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതും തലേന്ന് രാത്രി കുഴച്ച് വെച്ചതായതുകൊണ്ട് ഇതാ അതിലേക്ക് ഇടുമ്പം തന്നെ നല്ല പോലെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. നല്ല അടിപൊളിയായതുകൊണ്ടാണ് അങ്ങനെ പൊങ്ങി വരുന്നത്. പിന്നെ അങ്ങനെ കേക്കും വേഗം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്, ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻ്റൊക്കെ ഇടുമ്പോൾ മാഷാല്ലാ നല്ല സന്തോഷമുണ്ട്. ഇതാ നല്ല പുഷ്പം പോലത്തെ കേക്ക് ഒന്നാമത്തെ ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കേക്കും ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളും ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ്. പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സ്പോഞ്ച് പോലത്തെയാണ്. അങ്ങനെ കേക്കൊക്കെ ചുട്ടതിന് ശേഷം എൻ്റെ അടുത്ത പരിപാടി പിരിയഡൊക്കെ വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ ഒന്ന് ഉരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് തേങ്ങ ചിരവിയെടുക്കണം. പിന്നെ ഗ്രൈൻഡർ ഉണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇത് ഏത് കമ്പനിയാണെന്ന്. പൊന്മണിയാണ് ഇതിൻ്റെ കമ്പനി. പിന്നെ അങ്ങനെ തേങ്ങ ചിരവലൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി അച്ചാറുണ്ടാക്കണം. ഇന്നലെ മോള് അച്ചാറിന് മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് മടിയാവും, ഒരു മൂഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വേഗം അച്ചാറുണ്ടാക്കാം. പിന്നെ പെരുന്നാളല്ലേ വരുന്നത്, പെരുന്നാൾക്ക് ഇവിടെ അച്ചാറും ഇല്ല. അതുകൊണ്ട് പിന്നെ വേഗം അച്ചാറുണ്ടാക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഈത്തപ്പഴവും കുമിട്ടിമുളകും അച്ചാർ പൊടിയും മാങ്ങ ഒക്കെ റെഡിയാക്കി വെക്കുകയെന്ന് എല്ലാം വേഗം ഒന്ന് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ഈത്തപ്പഴം 2-3 വെള്ളത്തിലൊന്ന് കഴുകി എടുത്തതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ കുരുവൊക്കെ മാറ്റിക്കളയുന്നത്. അങ്ങനെ അതിൻ്റെ കുരുവും കളഞ്ഞതിന് പിന്നെ കുറച്ച് കുമിട്ടിമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ നാട്ടിൽ ഇതിനെ പിരിയമുളക് എന്നിട്ടും പറയും തോന്നുന്നു. ഇത് അധികം എരിവ് ഉണ്ടാവില്ല. നട്ടിമുളകിനാങ്കാട്ടി എരിവ് കുറഞ്ഞ മുളകാണിത്. അങ്ങനെ ഒരു 10-15 മുളകും ഞാനെടുത്ത് നല്ലപോലെ കഴുകിയിട്ട് അതും വെച്ചിട്ടുണ്ട്. പിന്നെ കേക്കും കാരയപ്പവും റെഡി ആയിട്ടുണ്ട്. അതൊന്ന് പേക്കാക്കി വെക്കാൻ പോയെന്ന്. അത് പേക്കാക്കി വെച്ചാൽ അവർ വന്നാൽ വേഗം എടുത്ത് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് പേക്കാക്കുന്നുണ്ട്. പിന്നെ 4 കിലോ കാരയപ്പവും 3 കിലോ കേക്കുമാണ് ഓർഡർ ഉണ്ടായത്. അപ്പോൾ രണ്ടും 2 ബോക്സിലാക്കേണ്ടി വന്നു. ചെറിയ പിന്നെ ഓയിലിൻ്റെ ബോക്സ് ആയതുകൊണ്ട് അത് രണ്ടും ഒന്നിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ടും 2 ബോക്സിലാക്കിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അവർ വന്നാൽ വേഗം എടുത്തു കൊടുക്കുക. എന്നിട്ട് എൻ്റെ ബാക്കി പരിപാടിയിലേക്ക് ചെയ്യണം. അച്ചാറുണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ലേ. അങ്ങനെ തന്നെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഫുള്ള് പൊട്ടിത്തെറിക്കും. കാരണം ഞാൻ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഞാൻ മൂടി അടച്ച് വെച്ചിട്ടാണ് അതൊന്ന് വറുത്തെടുത്തത്. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ 1.5 സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പം അതിലേക്ക് 1.5 സ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ചെറിയ ജീരകവും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ചതച്ചത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുളകില്ലേ, അത് നല്ല പോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ സിർക്ക കൂടി ചേർത്തിട്ടാണ് അത് അടിച്ചെടുത്തത്. പിന്നെ ആ അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് അച്ചാർ പൊടിയും കൂടി ഒരു 2-3 സ്പൂണ് അച്ചാർ പൊടി കൂടി അതിലേക്ക് ചേർത്തെടുത്ത് എന്നിട്ട് നല്ല പോലെ ഒന്ന്
മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ഈത്തപ്പഴം അതും സിർക്ക ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് അവിടെ മൂടി വെച്ച് അപ്പോൾ തന്നെ നമ്മുടെ നാസ്ത കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഇതിനെ കത്തലടക്കൽ എന്നാണ് പറയൽ. നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെ എന്താ പറയലെന്നൊന്ന് കമൻറ്റിൽ പറയാട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കത്തലായി, കത്തലടക്ക അങ്ങനെയൊക്കെയാന്ന് പറയൽ. അങ്ങനെ ഇതാ പത്തിരി ചുടാൻ ചെയ്യുന്നു ഞാൻ. ഈ പത്തിരിനെ കൊണ്ട് ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ സംശയം ഞാൻ പിന്നെയും പറഞ്ഞിട്ടും സംശയം തീർന്നില്ല. പച്ചരിപ്പൊടിയോ പച്ചരിയോ എന്താ വറുത്തിട്ടോ വറുക്കാണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കണം. ഇതാ നല്ല അടിപൊളി ഇതാ പത്തിരി കണ്ടില്ലേ, നല്ല നൈസ് പത്തിരിയാണിത്. അങ്ങനെ ഞാൻ വേഗം പത്തിരി കൂടി അതിൻ്റെ ഇടയിൽ ചുട്ടിട്ടുണ്ട്. നമ്മുടെ അച്ചാർ മറ്റേ അടുപ്പിൽ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെക്കാണ്ടിരുന്നാൽ ഫുള്ളൊട്ടാകെ തെറിക്കും തിളച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ മൂടി വെച്ചത്. ഇതാ കണ്ടില്ലേ, മൂടിക്കൊക്കെ ഫുള്ള് തെറിച്ചിട്ട്. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ മുകളിൽ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് നല്ല പോലെ ഒന്ന് അതിൻ്റെ മൂടിൻ്റെ അതൊക്കെ ഞാൻ അതിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് താഴെ ഇറക്കി വെക്കാം. നമ്മുടെ അച്ചാറിൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ മാങ്ങ മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉപ്പ് ഇടാൻ വേണ്ടി മറന്നുപോയി. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇത് മാങ്ങ ഉപ്പൊന്നും ഇടാണ്ട് മുറിച്ച് വെച്ചതാണ് കേട്ടോ. ഇന്നലെ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വെച്ചത്. ഇങ്ങനെ ആക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഉപ്പൊന്നും ഇടാണ്ട് ആക്കണം, അല്ലെങ്കിൽ മാങ്ങ മുറിച്ച അതേ ടൈമിൽ തന്നെ ഇതുപോലെ അച്ചാറുണ്ടാക്കണം. അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ അച്ചാർ റെഡിയായിട്ട് അതവിടെ തണിയാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ നാസ്ത കഴിക്കുന്നു. അതായത് കത്തലടക്കുന്നുണ്ട്. കത്തിലും മാലാങ്കറിയാണ് ഉണ്ടായത്. പിന്നെ കറി നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ നാസ്ത കഴിക്കട്ടെ. പിന്നെ ഇതാ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അച്ചാറും കൂടി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ലേ, ആ അച്ചാറും കൂടി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പത്തിലിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ബിരിയാണിൻ്റെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ് ഈ അച്ചാർ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ നാസ്ത കഴിച്ചിട്ട് പിന്നെ അടുത്ത കലാപരിപാടിയിൽ നിന്ന് പാത്രം കഴുകുക. ഇനി ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഈ സംഭവത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. ഒന്ന് തിന്നാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ബേസ് ഫുള്ളായിരിക്കും. അത് ഏടുന്ന് വരുന്നതെന്നുള്ള ഒരു പിടുത്തവും ഇല്ല. എത്ര കഴുകിയാലും തീരാത്തൊരു സംഭവമാണ് ഈ പാത്രങ്ങളൊക്കെ. അങ്ങനെ ഇതാ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാത്രം തകൃതിയായിട്ട് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാത്രം കഴുകാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പാത്രം കഴുകാൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ചെമ്മീൻ ഉരിയുന്ന 1/2 കിലോ ചെമ്മീനുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉച്ചക്കേക്കുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. ചെമ്മീനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് മാറ്റുന്നുണ്ട്. പിന്നെ ഇത് അതിൻ്റെ തലയൊക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കളഞ്ഞെടുക്കൽ. അതിൻ്റെ തോടൊക്കെ ഞാൻ മാറ്റിക്കളയും. അതിൻ്റെ മീശയും താടിയും ഒക്കെ ഞാൻ വടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ തോടും കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അച്ചാർ ഒന്ന് കുപ്പിയിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ മാറ്റിയാൽ അവിടെ സ്ഥലം ഉണ്ടാവുമല്ലോ. പിന്നെ അത് എൻ്റെ മോള് വന്നാൽ കോരി തിന്നിട്ട് തീർക്കുകയും ചെയ്യും. അപ്പം ഞാൻ ചെറിയ കുപ്പിയിലും ആക്കി വെച്ച് വലിയ കുപ്പിയിലും ആക്കി വെച്ച് 1 കിലോ മാങ്ങക്കാന്ന് കേട്ടോ അച്ചാറുണ്ടാക്കിയത്. അപ്പോൾ ഇത്ര പോരെ കിട്ടിയിട്ടുണ്ട്. ചെറിയ കുപ്പി നമുക്ക് വെളിച്ചത്ത് വെക്കാം, മറ്റേത് ഒളിപ്പിച്ചിട്ട് ഇരുട്ടത്ത് വെക്കാം. അല്ലെങ്കിൽ എല്ലാം ഈ പിള്ളേർ തിന്ന് തീർക്കും. വേറെ എന്ത് നമ്മൾ ഉണ്ടാക്കുന്ന അപ്പങ്ങളൊന്നും അവർ തൊടാൻ വേണ്ടി വരില്ല. ആരും തിന്നാനും വരില്ല, എടുക്കാനും വരില്ല. പക്ഷേങ്കിൽ അച്ചാർ, പുളി, മാങ്ങ ഇങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ അവർ എത്ര കിട്ടിയാലും തിന്നും. അപ്പങ്ങളൊന്നും ഒന്നും തൊട്ട് നോക്കൂല. അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയും. പക്ഷേ ഇങ്ങനത്തെ ഇതെല്ലാം ഇഷ്ടംപോലെ കിട്ടിയാൽ തിന്നും. ഒരു പിടിച്ചലും ഉണ്ടാവില്ല അവർക്ക്. അങ്ങനത്തതേ വേണ്ടും ജീവിക്കാൻ അവർക്ക്. പിന്നെ ഇതാ ഞാൻ മുരിങ്ങൻ്റെ ഇല കുറേ കാലമായി ഞാൻ തിന്നിട്ട്. അപ്പം വിചാരിച്ച് നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട്. പക്ഷേങ്കിലും അത് വറുക്കുകയോ ആക്കിയോ ഒന്നും ചെയ്യില്ല. ഭയങ്കര ഇങ്ങനെ മടി, സമയം ഉണ്ടാവില്ല ഒന്നാമത് തന്നെ. എന്നിട്ട് അനിയത്തിൻ്റെ മോനോട് പറഞ്ഞിട്ട് അതൊരു കൊമ്പ് പൊട്ടിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഇതാ ചെമ്മീൻ നേരത്തെ കഴുകി വെച്ചില്ലേ, അതിലേക്ക് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഉള്ളി മുറിച്ചിട്ടിട്ട്, പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതും ഇട്ട്, പിന്നെ ഒരു പിടി ചെറിയ ഉള്ളിയിലെ അതും കൂടി മുറിച്ചിട്ടിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അതിങ്ങനെ പാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഫാൻ ഇട്ടുകൊണ്ടാണ് പാറിപ്പോയത്. പിന്നെ
മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 3 സ്പൂൺ മുളക് പൊടിയും പിന്നെ സുർക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മോൻ വന്നിട്ട് പറഞ്ഞു ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പം മാങ്ങ തന്നെ അടിച്ചാൽ വേഗം അരിക്കുക ഒന്നും വേണ്ടല്ലോ, അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വേഗം മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി. ആ കാലം തീരാൻ പോവില്ലേ, അപ്പോൾ ഇപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയേ മാങ്ങയൊക്കെ ഉണ്ടാവും. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാങ്ങയൊക്കെ ഒരു ശല്യമായിട്ട് മാറും. അങ്ങനെയല്ലേ, അങ്ങനെ ഞാൻ വേഗം 3 ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് ഞാനും ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കുടിച്ച് എനർജിയൊക്കെ കിട്ടിയതിന് ശേഷം ഇതാ പയറൊക്കെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അത് വറവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവിടെയൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കറിയിൽ കാച്ചാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് പിന്നെ വെളുത്തുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് 2 സ്പൂണ് സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് ഇതാ പരിപ്പ് കറിയാണ് കേട്ടോ, മുളക് കറി വെച്ചത്, വെറും പരിപ്പ് മാത്രം, സാമ്പാറിൻ്റെ കൂട്ടൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് കാച്ചി ഒഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ അതങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് പയറും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മുടെ പയറ് വറവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതും ഇറക്കി വെച്ച് പിന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മുടെ നേരത്തെ പെരക്കി വെച്ച ചെമ്മീൻ്റെ കൂട്ടില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതും അവിടെ മൂടി വെച്ചിട്ടുണ്ട് ചെറിയ തീയിലാക്കിയിട്ട്. പിന്നെ ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം മുരിങ്ങയിലയും തേങ്ങയും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ കൂടിയിട്ട് ഉള്ളിയും കുറച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും അവിടെ ചെറിയ തീയിൽ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയിൽ അത് ചുട്ടെടുക്കുകയായിരുന്നു. പിന്നെ വറ്റൽമുളകും ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ചുട്ടെടുത്തതെല്ലാം കൂടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കുറച്ച് പുളി കൂടി അതിലിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ മുട്ട ഓംലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ സവാള കുനുകുന അരിഞ്ഞതും പച്ചമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് അതും നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതും പൊരിച്ചെടുക്കുന്നുണ്ട്. മുട്ട ഓംലേറ്റും ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കേണ്ട പ്ലാനാണ്. അങ്ങനെ ഇതാ ആംപ്ലേറ്റും ഒഴിച്ചിട്ടുണ്ട്. വലുതാക്കിയിട്ട് ഓരോ പീസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ടൈം നമുക്ക് ഓൾറെഡി ഇനിയും ബാക്കി പണിയുണ്ട് അത്ര, അതിൻ്റെ ഇടയിൽ കൂടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ മക്കളൊക്കെ വന്നിട്ടുണ്ട്, ലീവാന്നവർക്ക് പെരുന്നാളല്ലേ, അപ്പോൾ ലീവിന് വന്നുകൊണ്ട് പിന്നെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതാ മാങ്ങ പൊടിച്ചത്, കുറേ പേര് മാങ്ങ പൊടിച്ചത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ട്. പഴുത്ത മാങ്ങയും ഉപ്പും സുർക്കയും പച്ചമുളകും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഞരടി എടുത്തിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് തന്നത്. പിന്നെ ഇതാ അത്താൻ്റെ മോക്ക് ഉപ്പിലിട്ട സോഡ വേണമെന്ന് പറഞ്ഞിട്ട് ഉപ്പിലിട്ട മാങ്ങയിൽ ഇതുപോലെ നേർങ്ങനെ മുറിച്ചിട്ട് മുളകും ഉപ്പും സിർക്കയും വെള്ളവും കൂടിയിട്ട് ഇട്ടിട്ട് വെച്ചതാണത്. നല്ലപോലെ സിർക്കയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ സിർക്കയിലിട്ട മാങ്ങയില്ലേ അത് 2-3 സ്പൂൺ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കാലി സോഡ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുടിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിക്കോട്ടോ. പിന്നെ ഇതാ ഇനി അടുത്ത പരിപാടി നമ്മുടെ പൊതിച്ചോറ് പൊതിയലാണ്. ഇതാ പരിപ്പ് കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ പിന്നെ അതിലേക്ക് മുരിങ്ങയില വറവും പിന്നെ പയർ വറുത്തതും പിന്നെ നമ്മുടെ ചെമ്മീൻ്റെ റോസ്റ്റും അതും കൂടി വെച്ച് പിന്നെ ഒരു പീസ് മുട്ട ഓംലേറ്റും കൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ചോറൊക്കെ ഇവിടെ ഇല്ലവർക്കൊക്കെ ഇത്തിരി മതി കേട്ടോ, ആകെ അത്ര പോരെ ചോറ് വെക്കും. പിന്നെ ഇതാ ഇവന് പാത്രം കൊണ്ട് വന്നിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ചോറിന് വേണ്ടി വന്നതാണ്. പിന്നെ ഇവന് ഇല പൊതിയാനൊന്നും നിന്നിട്ടില്ല, ഞാൻ ചോറ് വിളമ്പി കൊടുത്തു. അതിലേക്ക് കറി ഒഴിച്ചു. പിന്നെ വറവെല്ലാം എന്തെന്ന് വേണ്ടെന്ന് വെച്ച് കൊടുത്ത സാധനം തിരിച്ചങ്ങോട്ട് തന്നെ ഇടുകയെന്ന്. വറവ് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ ഇതാ പരിപ്പിലെ കഷ്ണമൊക്കെ സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. വല്ലാത്ത ജാതിയാണ്. കറി വെച്ചാൽ എന്ത് കറി എങ്ങനത്തെ കറി എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും തിന്നൂല. അതിന് ഞാൻ നല്ല പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കരനോണ്ടും പോകുന്നത്. ആ പരിപ്പൊക്കെ അങ്ങ് സൈഡിലാക്കി വെക്കുന്നതിന് ഞാൻ പറഞ്ഞതിനാണ് കരനിട്ട് പോകുന്നത്. തല്ലിയൊന്നും വേണ്ട, എന്ത് പറഞ്ഞാലും ആൾ വേഗം കരയും. അങ്ങനെ ബാക്കിയൊക്കെ ഞാൻ എല്ലാവർക്കും വേണ്ടത് ഓരോ പാക്കാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ ടേബിളിൽ കൊണ്ടുവച്ച് അതിൻ്റെ കൂടെ മാങ്ങ അച്ചാറും കൂടി ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും ഒരു പിടുത്തം പിടിച്ചു. അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിരിയഡൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അനിയത്തി പിരിയഡ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ
കാജ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ കാജയൊക്കെ പരത്തിയെടുക്കണം. പിന്നെ അങ്ങനെ അതൊക്കെ കുഴയ്ക്കും പരത്തിയും ഒക്കെ ചെയ്യാമെന്ന് അവൾ പുറത്തുനിന്ന് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ വേഗം ഞാൻ കാജയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരത്തി. പിന്നെ അപ്പോൾ കാജൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. 1,00,000 മേലെ ആൾക്കാർ കണ്ട വീഡിയോ ആണ്. അപ്പോൾ കാണേണ്ടവർ ഒന്ന് പോയി കാണാം, ഉണ്ടാക്കി നോക്കുക. അങ്ങനെ എൻ്റെ പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒക്കെയും ഞാൻ മുറിച്ച് തടുപ്പയിലിട്ടിട്ട് അത് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഫ്രൈ ചെയ്തോളും. പിന്നെ എൻ്റെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ആദ്യത്തെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സെക്ഷനാണ് ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അങ്ങനെ 2-3 പ്രാവശ്യം ഇതൊക്കെ തുടച്ച് ക്ലീനാക്കി ഒന്ന് ഫ്രഷാക്കി വെക്കും. പിന്നെ അവയൊക്കെ ഒന്ന് അലങ്കോലമായിട്ടുണ്ട്. അങ്ങനെ കാട്ടമൊക്കെ അടിച്ച് വാരണം. അങ്ങനെ ഞാൻ വേഗം കാട്ടമൊക്കെ അടിച്ച് വാരണമാണ്. ഫുള്ള് ക്ലീനായി അടിപൊളിയായില്ലേ? ഇത്രയും നേരം നിങ്ങൾ കണ്ട അലങ്കോലമായ അടുക്കളയല്ലല്ലോ. നമ്മുടെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. കാച്ച, കേക്ക്, പിരിയട രാവിലത്തത് കൊണ്ടുപോയിട്ടോ. ഇത് വൈകുന്നേരമായി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. അങ്ങനെ ഇതൊക്കെ പാക്കാക്കണം. അതിലേക്ക് ഞാൻ കാജയിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തും പഞ്ചസാരയാകാൻ വേണ്ടിയിട്ട്. ഇനി അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. പിന്നെ എല്ലാം ഞാൻ ത്രാസിലൊന്ന് തൂക്കിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ളതാണിത്. അതൊന്നും വീടെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം താത്താൻ്റെ മോക്ക് LSS കിട്ടിയെന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും ലഡു വിതരണം നടത്തുന്നതാണ്. അവൾക്ക് ഹാപ്പിയായി. അത്രക്കും കഷ്ടപ്പെട്ടിട്ട് പഠിച്ചിട്ട് ഓടിയിട്ട് രാവും പകലും ഓടിയിട്ടാണ് അവൾ LSS വാങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.